പ്രവാസ തിരക്കുകൾക്കിടയിലും കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു മലയാളി കുടുംബത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി കടക്കുന്നത്. മരുഭൂമിയിൽ എന്തു വിളയുമെന്ന് ഹസൈനാരോട് ചോദിച്ചാൽ എന്തും വിളയുമെന്നായിരിക്കും ലഭിക്കുന്ന ഉത്തരം. വർഷം മുമ്പ് ഞാൻ വേറൊരു വില്ലയായിരുന്നു, ഒരു അടുത്തൊരു വില്ലയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഇങ്ങനെ കറിവേപ്പ്, തക്കാളി, ഇത് രണ്ടുമാണ് തുടങ്ങിയത്. കറിവേപ്പും തക്കാളിയും കറിവേപ്പ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ഇത് തൈ കൊടുന്നു. നാട്ടിൽ നിന്ന് ശനിൻ്റെ ഇവിടെ ഫാദർ വന്നപ്പോൾ ഒരു തൈ കൊടുന്നു. ആ തൈ നമ്മൾ ചാക്കിൽ മണ്ണിട്ടിട്ട്, അന്ന് നമുക്കിതിൻ്റെ അവൈലബിലിറ്റി മണ്ണ് എവിടെ കിട്ടും, അല്ലെങ്കിൽ ഈ ചാണകം എവിടെ കിട്ടും, അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ കൊടുന്നിട്ട്, നാട്ടിൽ നിന്ന് അന്ന് ആ വിത്ത് കൊടുന്ന് ഇവിടുന്ന് ഈ അലൈൻ റോഡുണ്ടല്ലോ, ദുബായ് അലൈൻ റോഡ് പോയിട്ട് നമ്മൾ ചാക്കിൽ ഞാനും ഫാദറിലും കൂടിയും പോയിട്ട് ഈ കാറായിട്ട് പോയിട്ട് ചാക്ക്, ചെറിയ ചാക്ക്, അരയുടെ ചാക്ക്, ഈ 20 കിലോൻ്റെ ഒക്കെ ചാക്ക്, 7 ചാക്കിട്ട് പോയിട്ട് ആ ചാക്കിൽ നിറച്ച് കുറച്ച് മണ്ണെടുത്ത് കൊടുന്നിട്ട് ആ മണ്ണിട്ടിട്ട് അതിലാദ്യമായിട്ടുണ്ടായി. പിന്നെ ഇത് നമ്മൾ ഗ്രാജുവലി ഇങ്ങനെ വളർത്തി ഇപ്പോൾ ഈ ലെവലിലായത്. ഇഷ്ടം നമുക്ക് ഫ്രഷ് ആയിട്ട് ആ കറിവേപ്പ് നമുക്ക് കടയിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു നട്ട് വളർത്തിക്കൂടാന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോഴും ഇവിടേക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് അടുത്തുള്ള നെയ്ബേഴ്സൊക്കെ പറയും കറിവേപ്പ് എല്ലാവർക്കും ഒരു വിശ്വാസമാണ്, ഒരു 3 വർഷമൊക്കെ കഴിയാണ്ട് അതിൽ നിന്ന് ഇല കിട്ടില്ല, പിന്നെ ഇതൊക്കെ പോസിബിൾ ആണോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ, അങ്ങനെയൊക്കെ ഒരു അടുത്തുള്ളവരൊക്കെ പറയും. എന്നാലും ഞാൻ പറയാം, എന്നാലും ഒരു സന്തോഷം, നമുക്ക് ഒരെണ്ണം ഞാൻ നട്ട് വളർത്തട്ടെ എന്നുള്ള, നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെയാണ് നമ്മൾ വളർത്തി പരിപാലിച്ചത്. നടാനായിട്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. അതായത് വളരണ കണ്ടപ്പോൾ പിന്നെ ഞാനെല്ലാം ട്രൈ ചെയ്യാൻ തുടങ്ങി. നമ്മൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന തക്കാളി, മുളക്, വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ ചിലപ്പോൾ വളമൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ നശിച്ചൊക്കെ പോകും. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല തുടക്കത്തിലൊക്കെ. അങ്ങനെ ഞാൻ പഠിച്ചിട്ട് എല്ലാം മനസ്സിലായപ്പോൾ അങ്ങനെ എല്ലാ വെജിറ്റബിളും പതിയെ കൂടി, പിന്നെ മറ്റ് ചെടികളും കൂടി. അങ്ങനെ ഇപ്പോൾ ഏകദേശം 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ എങ്ങനെയാണ് എല്ലാ വെജിറ്റബിളും നമുക്കിഷ്ടമുള്ള എല്ലാം ഇവിടെ സാധിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായിരുന്നു. വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിളും ഇപ്പോൾ നമുക്കിവിടെ എല്ലാം, വെണ്ടക്ക, വഴുതന മുതൽ ഇങ്ങനെ ഈ പപ്പായ അടക്കം, കഴിഞ്ഞ വർഷം നന്നായ പപ്പായ എല്ലാം ഉണ്ട്. അപ്പോൾ അത് വേനൽക്കാലത്ത് നമ്മൾ ഒരു വെജിറ്റബിൾ കുറവാണ് ഉണ്ടാവും, ചീരവർഗ്ഗങ്ങൾ മാത്രം. ചീരവർഗ്ഗങ്ങൾ, മല്ലിച്ചപ്പ്, പുതിന, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് അങ്ങനെ അതും വളരെ ശ്രദ്ധിച്ചെങ്കിലേ കിട്ടുള്ളൂ. എന്നാലും നമ്മൾ ആ സീസൺ ചേഞ്ച് ആവണ ടൈമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഏറ്റവും ചൂടുള്ളൊരു സമയമാണ്. പക്ഷേ സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ, സെപ്റ്റംബർ എൻഡോടുകൂടി നമ്മൾ വിത്തിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നവംബർ ആകുമ്പോൾ മുതൽ നമുക്ക് എല്ലാ വെജിറ്റബിളും ഇവിടെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. മനസ്സിലാക്കിയിട്ടൊക്കെ നടുമ്പോൾ, അങ്ങനെ സീസൺ മനസ്സിലാക്കി നടുമ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ മണ്ണിൽ ഉണ്ടാകാത്തതൊന്നും ഇല്ല എന്ന് മനസ്സിലായത്. നാട്ടിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് ആ സമയത്ത് ഉണ്ടായി കിട്ടുന്നത്. ഉണ്ടാകാൻ പറ്റില്ല എന്നൊരു തോന്നൽ നമുക്കിപ്പോൾ എന്ത് നട്ടിട്ടും തോന്നിയിട്ടില്ല.
ഇവിടെ പിന്നെ നമുക്കുണ്ട് എനിക്ക് അലങ്കാര ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് പല വെറൈറ്റി ചെടികളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കാണുന്നത് ഭംഗിയിലൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ നോക്കും. പശുള്ളൊരു മണ്ണാണല്ലോ. നമ്മൾ ഇവിടെ നമ്മൾ നോട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ റിസൾട്ട് ഡബിൾ ട്രിപ്പിൾ ആണ് നാട്ടിൽ അപേക്ഷിച്ച്. കാരണം ഓരോ അതായത് മണ്ണിന് നല്ല മണ്ണ് പൂഴി പോലെ. ഇപ്പോൾ നമ്മൾ ഈ മണ്ണാണെങ്കിലും കറഞ്ഞു കിടക്കില്ല. അതിലിങ്ങനെ പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളമിട്ട് ഒന്ന് വെള്ളമൊക്കെ കൊടുത്താൽ നന്നായിട്ട്. ഉള്ളവരാണെങ്കിലും ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ എന്തായാലും ഒരു ഓഫ് ഡേ ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഒരു അരമണിക്കൂർ ഇപ്പോൾ എല്ലാവരും എക്സസൈസിനായിട്ടും അല്ലെങ്കിൽ പാർക്കിലായിട്ടും പോകാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മളെപ്പോഴും താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ ഒരു പച്ചപ്പ് ഉണ്ടാവുക, അതിലൊരു സന്തോഷം ഉണ്ടാവുക, അതൊക്കെയാണ് ഒരു സന്തോഷം എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ വെജിറ്റബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ വെജിറ്റബിളും ഉണ്ട്. അതായത് വഴുതന, വെണ്ട, മുളക്, പിന്നെ പാവക്ക, വെള്ളരി, കണിവെള്ളരി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, സലാഡ് കുക്കുംബർ, പിന്നെ മത്തൻ, കുമ്പളം, പീച്ചിങ്ങ, ചെരങ്ങ. പിന്നെ ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒക്കെത്തിൻ്റെ ഒരു 3-4 വെറൈറ്റി വെച്ചിട്ട് എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ് നമുക്ക് സെപ്റ്റംബറിൽ ഏറ്റവും ഹ്യൂമിഡിറ്റിയുടെ ഒരു ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെപ്റ്റംബർ മാസം നമ്മൾ വിത്തിട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നല്ല ചൂടാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അധികം നേരം ഒരു അരമണിക്കൂർ കൂടുതലൊന്നും ആർക്കും നിൽക്കാനൊന്നും പറ്റില്ല. അതുപോലെ ചൂടായിരിക്കും, ഹ്യൂമിഡിറ്റിയും കൂടി ഉള്ളതുകൊണ്ട്. ആ ഒരു സമയത്ത് പക്ഷേ സ്റ്റാർട്ട് ചെയ്യണം, മണ്ണൊക്കെ സെറ്റാക്കണം. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് നല്ല ചൂട് സമയമാണ്, വെജിറ്റബിൾ ഒന്നും നിലനിൽക്കില്ല. ആ സമയത്ത് നമ്മൾ മണ്ണ് ഒരുക്കിയിടണം. സെപ്റ്റംബർ ആകുമ്പോൾ വിത്തിടണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ നവംബർ, ഡിസംബർ തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ വെജിറ്റബിൾ നമ്മുടെ വീട്ടിലുണ്ടായി കിട്ടും. അത് മെയ് വരെ നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ ഇതിനോട് വളരെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം തോന്നാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊരു മനസ്സിൽ വലിയൊരു ഇത് തോന്നിയിട്ട് നമ്മളോട് ഇതിൻ്റെ അവൈലബിലിറ്റി, സ്ഥലമുള്ളവർ ചിലവർ ഇപ്പോൾ ഫ്ലാറ്റ് മാറാൻ ശ്രമിക്കും. നമുക്കും ഇതുപോലൊരു ഇത്തിരി സ്ഥലമുള്ളിടത്ത് മാറി താമസിക്കണേ, എന്തിപ്പോൾ ഇങ്ങനെ എന്നും ഒരേപോലെയല്ലേ പോകുന്നത്, നമുക്കും ഇങ്ങനെ കുറച്ചൊക്കെ നടന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ശ്രമിച്ചവരുണ്ട്, വില്ലയിലേക്ക് മാറാൻ ശ്രമിച്ചവർ. അപ്പോൾ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് അവർ എങ്ങനെയാണ് മണ്ണ് എവിടെ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ, മണ്ണ് കൂട്ടേണ്ടത് എങ്ങനെ, പിന്നെ വളം എങ്ങനെ കൊടുക്കണം, പിന്നെ വിത്തുകളൊക്കെ ചോദിച്ചു വരും. നമ്മളെ കൊണ്ടായ സഹായങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല നമ്മളെ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ കൃഷിയിൽ ഇപ്പോൾ ഈ ദുബായ് ഭാഗത്തും ഈ UAE തന്നെ പല ആളുകളും നമ്മളിത് കണ്ടിട്ട് അത് താല്പര്യം പ്രകടിപ്പിച്ച് അവർ സ്റ്റാർട്ട് ചെയ്ത് സക്സസ് ആയി ഒരുപാട് ആൾക്കാരുണ്ട്.
നമ്മൾ ഓഫീസിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അന്ന് തന്നെ കുറേ സ്റ്റാഫ് അവരൊക്കെ ഇത് കണ്ടിട്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറേ വിത്തൊക്കെ അതൊക്കെ വാങ്ങും. പിന്നെ അവർ അങ്ങനെ ഒരു ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും ഇത്. ഗൾഫിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുന്നതും പിടിക്കപ്പെടുന്നതും നമ്മൾ ഏറെ വാർത്തകളിൽ കണ്ടതാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള വിശ്വാസ്യത മുതലെടുത്ത് മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ഈയിടെയായി വർദ്ധിച്ചു വരികയാണ്. മലപ്പുറം സ്വദേശി ഫൈസലിനുണ്ടായ ദുരനുഭവം പ്രവാസികൾ ശ്രദ്ധിച്ചു കാണണം. മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശിയായ ഫൈസലിന് ഇത് രണ്ടാം ജന്മം ലഭിച്ചതുപോലെയാണ്. സുഹൃത്തൊരുക്കിയ കൊലക്കയറിൽ നിന്ന് തല നാരിഴ വ്യത്യാസത്തിലാണ് ഫൈസൽ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അവധി കഴിഞ്ഞ് ഇദ്ദേഹം കുവൈത്തിലേക്ക് തിരിച്ചുപോയത്. തിങ്കളാഴ്ച രാത്രി സുഹൃത്തും എടവണ്ണപ്പാറ ഓമാനൂർ സ്വദേശിയുമായ PK ഷമീം ഇരുവരുടെയും പൊതു സുഹൃത്തും കുവൈത്ത് പ്രവാസിയുമായ ഹർഷീദിന് നൽകാനായി ഇറച്ചി ആണെന്ന് പറഞ്ഞ ഒരു പാക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ ലഗേജ് ഒരുക്കുന്നതിനിടെ ഷമീം നൽകിയ പെട്ടിയിലെ വസ്തുക്കൾ മാറ്റി പാക്ക് ചെയ്യുന്നതിനിടെയാണ് ഫൈസലിന് കഞ്ചാവ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇറച്ചി അടങ്ങിയ പെട്ടിയിലായിരുന്നു കഞ്ചാവ് വെച്ച് നൽകിയത്. പ്ലാസ്റ്റിക് പാക്കിൽ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച നിലയിലാണ് കഞ്ചാവ് അടങ്ങിയ ബോട്ടിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വാഴക്കാട് സ്റ്റേഷനിലെത്തി ഫൈസൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ ഉടൻ തന്നെ പോലീസ് ഷമീമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫൈസൽ മുൻ നിശ്ചയപ്രകാരം ചൊവ്വാഴ്ച കാലത്ത് തന്നെ കുവൈത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ ഈ 5-ാം തീയതി നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ടൈമിലാണ് എൻ്റെ നാട്ടിലുള്ള 2 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഒരു അർഷദ്, ഒമാനൂർ പള്ളിപ്രായുള്ള അർഷദ്, പിന്നെ ഒരു ഫാരിസ്. ഒരു രണ്ടാക്കും എന്തോ നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ നാട്ടുകാർ നമ്മൾ അടുത്തുണ്ടാകുമ്പോൾ ചോദിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാണ്ടോ എന്നുള്ളത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരുത്തന് കുറച്ച് ഗുളികയും കൊണ്ടുവരാണ്ട്, ഒരുത്തന് അർഷദ് പറഞ്ഞ ആൾക്ക് കുറച്ച് ബീഫും ഒരു ബെൽറ്റും, ഊരവേദന ഉണ്ടാവും, ഒരു ബെൽറ്റും പിന്നെ കൊണ്ടുവരാണ്ട് എന്നോട് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ 4-ാം തീയതി രാത്രി എനിക്ക് സാധനങ്ങൾ രാത്രി വീട്ടിലെത്തിച്ചെന്ന് ഏകദേശം ഒരു 11 മണി ടൈമിൽ ഞാൻ പെട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പിറ്റേന്ന് 5 മണിക്ക് രാവിലെ 5-ാം തീയതി രാവിലെ 7 മണിക്ക് പോരാനുള്ള ആളാണ്. അപ്പോൾ ഞാൻ രാത്രി പെട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടി സെറ്റ് ചെയ്ത് റെഡിയാക്കേണ്ട ഇടയിലാണ് എനിക്ക് ഇവൻ്റെ സാധനം കണ്ടിട്ട് ചെറിയ സംശയം. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ അത് നോക്കിയില്ല. ഇതെന്തോ എൻ്റെ മനസ്സിൽ തോന്നിച്ചൊരു സംശയം. അത് ഞാൻ തുറന്നു നോക്കിയപ്പം അതിൽ കുറച്ച് ബീഫ്, ഒരു ബെൽറ്റ്, ഒരു കുപ്പി വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് പിന്നെ ഒരു ബോട്ടിൽ ഫുള്ള് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു ബോട്ടിലും കാണുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ ചെറിയ സംശയത്തിൽ വെറുതെ ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഫുൾ കഞ്ചാവ്. ഞാനപ്പോൾ തന്നെ എടുത്ത് നേരെ വായക്കാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സ്റ്റേഷനിൽ അവർ പറഞ്ഞ് ആ സാധനം സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ കൊടുത്ത് ഞാൻ കേസും കൊടുത്ത് ഞാൻ രാവിലെ ഇങ്ങോട്ട് കുവൈത്തിലോട്ട് വന്നു. പിന്നെ നമ്മളെ പ്രവാസികളോട്ട് വരാനുള്ളത് എന്താ വെച്ചാൽ ആര് എന്ത് സാധനം തരാണെങ്കിലും നല്ല ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ പെടും. ഇവിടെ എത്തി പിടിച്ചാൽ നമ്മളെന്താ ഒന്നും അറിയില്ല, ഇവിടെ എത്തി പിടിച്ചാൽ നമ്മളോട് ഉള്ളിൽ കിടക്കേണ്ടി വരും. മയക്കുമരുന്ന് കടത്തും ഉപയോഗവും കുവൈത്തിൽ പിടിക്കപ്പെട്ടാൽ വധശിക്ഷ വരെ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അറിഞ്ഞും അറിയാതെയും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ നിരവധി മലയാളികളാണ് കുവൈത്ത് ജയിലുകളിൽ ഇപ്പോൾ കഴിയുന്നത്. സുഹൃത്തുക്കൾ തമ്മിലുള്ള വിശ്വാസ്യത മുതലെടുത്തുകൊണ്ടാണ് പലരും മയക്കുമരുന്ന് കടത്തുന്നത്. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നൽകാനെന്ന പേരിൽ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ മുതലായവയുടെ പൊതിയിൽ ഒളിപ്പിച്ചു വെച്ചാണ് പലരും ഇവ കടത്തുന്നത്.
പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് പ്രവാസികളായ ആളുകൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് അവരുടെ സുഹൃത്തുക്കൾ ഇവിടുത്തെ ആർക്കെങ്കിലും നൽകാൻ വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങൾ ഏൽപ്പിക്കുക. അത് അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട് ഇവിടെ എത്തിയ പല ആളുകളും ഇവിടുത്തെ ഗവൺമെന്റിന്റെ പരിശോധനയിൽ മയക്കുമരുന്നുമായി വന്ന ആളുകൾ എന്നുള്ള രീതിയിൽ പിടിക്കപ്പെടുകയും ഇവിടെ ജയിലിലാവുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. പലപ്പോഴും പല നിരപരാധികളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി ശ്രമിച്ച ഒരു സുഹൃത്തിന്റെ കയ്യിലേക്ക് ബീഫ്, ഇറച്ചി കൊടുത്തയക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യമെന്നോണം അത് പരിശോധിച്ചപ്പോൾ, സാധനം പാക്ക് ചെയ്യാൻ വേണ്ടി പരിശോധിച്ചപ്പോൾ അതിന്റെ അകത്ത് കഞ്ചാവാണെന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിച്ചു വന്നു. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു സുഹൃത്താണ് ഇവിടെയുള്ള ഒരാൾക്ക് നൽകാൻ വേണ്ടി ഏൽപ്പിച്ചത്. കച്ചവട ആവശ്യത്തിനായി വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നത് പോലെ തന്നെ ചെറിയ അളവിൽ കൊടുത്തയക്കുന്നതും ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. പിടിക്കപ്പെട്ടാൽ ഗുരുതരമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് രണ്ടും. ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്നാണ് സാമൂഹിക പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. സൗദി അറേബ്യയിലേക്കാണ് ഇനി യാത്ര. ചരിത്രമുറങ്ങുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് സൗദിയിൽ. അത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിന്റെ കാഴ്ചകൾ കാണാം. അബഹ നഗരത്തിൽ നിന്നും ഏതാണ്ട് 9 കിലോമീറ്റർ മാറി പടിഞ്ഞാറ് ഭാഗത്താണ് പൗരാണികതയുടെ ഈടുറ്റ ശേഷിപ്പുകൾ ഉറങ്ങിക്കിടക്കുന്ന ബനി മാസിൻ ഗ്രാമമുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 2800ഓളം മീറ്റർ ഉയരത്തിലുള്ള ഈ ഗ്രാമം മനോഹരമായ ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും അനുഭവം സമ്മാനിക്കുന്നതിന് പുറമെ പൗരാണികതയുടെ പ്രൗഢിയും മഹത്വവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യും. 12 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പള്ളിയും പഴയകാല അറബ് ജനതയുടെ താമസ കേന്ദ്രങ്ങളുമാണ് ബനി മാസിൻ ഗ്രാമത്തെ ഒരു ചരിത്ര ഗ്രാമമായി വിശേഷിപ്പിക്കാൻ കാരണം. അസീർ പ്രവിശ്യയിൽ കണ്ടെത്തിയ 250ഓളം ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളിൽ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് ബനി മാസിൻ ഗ്രാമത്തിലെ മസ്ജിദ് അൽ മുഖത്ത്. ആയിരത്തി വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഹിജ്റ 70 യസീദ് ബിൻ മുആവിയയുടെ കാലത്താണ് ഈ പള്ളി പണിതത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റു ചില ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ഹിജ്റ 253 ഈ പള്ളി പണിതത് എന്നാണ്. പള്ളിയുടെ ചുമരിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്റ 70 നിർമ്മിച്ച പള്ളി തകരുകയും 253 പുനർനിർമ്മിക്കുകയും ചെയ്തുവെന്നാണ് 86 വർഷമായി ഇവിടെ പ്രാർത്ഥന നടത്തുന്ന അഹമ്മദ് മുഫ്രിഖ് അൽ മസ്നി പറയുന്നത്. ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളിയുടെ ശേഷിപ്പുകൾ കണ്ടെത്തുകയും പഴമയുടെ പ്രൗഢി നഷ്ടപ്പെടാതെ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കുകയും ചെയ്തു. കല്ലും മണ്ണും ചൂരൽ മരങ്ങളും ഉപയോഗിച്ചാണ് പള്ളിയുടെ നിർമ്മാണം. പൊളിഞ്ഞ ചില ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. നിസ്കാരത്തിനായി അംഗശുദ്ധി വരുത്താനുള്ള സൗകര്യം ഈ പള്ളിയിലെ കൗതുക കാഴ്ചയാണ്. മഴവെള്ളം ശേഖരിക്കാനുള്ള ഒരു ചെറിയ കിണർ പള്ളിയോടനുബന്ധിച്ച് കാണാം. ഇതിൽ നിന്നും വെള്ളം കോരിയെടുത്താണ് നിസ്കാരത്തിനുള്ള അംഗശുദ്ധി വരുത്തുന്നത്. വെള്ളം കോരിയെടുത്ത് കിണറിനോട് ചാരി തയ്യാറാക്കിയ ഒഴുക്കുചാലിന്റെ ഉയർന്ന ഭാഗത്ത് ഒഴിക്കും. ചാലിലൂടെ ഈ വെള്ളം ഒഴുകി ചാലിന്റെ അരികിൽ കുഴിച്ച ചെറിയ കുഴികളിലെത്തും. ഈ കുഴികളിൽ നിന്നാണ് പഴയകാലത്ത് പ്രാർത്ഥിക്കാൻ എത്തിയിരുന്നവർ വുളു ചെയ്തിരുന്നത്. ആകെ 7 കുഴികളാണ് ഇത്തരത്തിലുള്ളത്. പള്ളിയുടെ മുകളിലേക്ക് കയറാൻ കല്ലുകൊണ്ടുള്ള പടവുകളും
ലൈറ്റ് ഇല്ലാതെ വെളിച്ചം ലഭിക്കാനുള്ള പള്ളിയിലെ വെന്റിലേഷൻ സൗകര്യവും മൈക്രോഫോൺ ഇല്ലാത്ത കാലത്ത് വാങ്കുവിളിക്കാൻ പള്ളിയുടെ മിനാരത്തിലൊരുക്കിയ സൗകര്യവുമെല്ലാം സന്ദർശകർക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ്. 96-കാരനായ അഹമ്മദ് മുഫ്രി അൽ മസ്നിയാണ് ഇപ്പോൾ പള്ളി പരിപാലിച്ചു വരുന്നത്. പള്ളിയിൽ വാങ്ക് വിളിക്കുന്നതും നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും ഇദ്ദേഹമാണ്. ആരുമില്ലെങ്കിലും ദിവസം 5 നേരം മുടങ്ങാതെ അഹമ്മദ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. സന്ദർശകരെ സ്വീകരിക്കുന്നു, അറിയാവുന്ന വിവരം പങ്കുവെക്കുന്നു. ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന അഹമ്മദ് മുഫ്രിഹ് തന്റെ 10ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ പള്ളിയിലെ പ്രാർത്ഥന. പള്ളിയും പള്ളിയോടനുബന്ധിച്ച മുറികളുമെല്ലാം പഴയകാല അറബ് ജനതയുടെ സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. പള്ളിയുടെ ഇടത് ഭാഗത്ത് ഒരു ചെറിയ മുറിയുണ്ട്. അമീർ കൗൺസിൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിൽ ഗോത്ര യോഗങ്ങളും വിചാരണകളും നടന്നിരുന്നു എന്നതാണ് ചരിത്രം. ഗോത്രക്കോടതി ശിക്ഷിക്കുന്ന കുറ്റവാളികളെ തടവിൽ പാർപ്പിക്കാനും ഇവിടെ സൗകര്യമുണ്ടായിരുന്നു. പള്ളിയുടെ മുകളിലും 10 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള മൻസല എന്ന് വിളിക്കപ്പെടുന്ന മുറി കാണാം. സൗദി ടൂറിസം അതോറിറ്റിയും ഇസ്ലാമിക കാര്യ മന്ത്രാലയവും ഈ പള്ളി ഏറ്റെടുത്ത് അതിന് തനിമയും പ്രാധാന്യവും നിലനിർത്തി സംരക്ഷിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പള്ളിക്ക് ചുറ്റും പൗരാണിക അറബ് ജനത താമസിച്ചിരുന്ന വീടുകളും കാണാം. ഒരു കോട്ടയ്ക്ക് സമാനമായ നിർമ്മിതി. ഭീമൻ മതിൽക്കെട്ടുകൾക്കകത്ത് ചെറിയ മുറികൾ. ആക്രമിക്കാനെത്തുന്നവരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഉറച്ച നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ചുറ്റും കൃഷിയിടങ്ങൾ. നാല് പ്രവേശന കവാടങ്ങളാണ് ഇങ്ങോട്ടുള്ളത്. പ്രധാനമായും കല്ലുകളും മരക്കൊമ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ച 84 വീടുകൾ ഇതിനകത്തുണ്ട്. അലകം ഗോത്ര വിഭാഗമാണ് അക്കാലത്ത് ഇവിടെ താമസിച്ചിരുന്നത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മരപ്പണിക്കാരും ഇറച്ചു വിൽപ്പനക്കാരുമൊക്കെയായിരുന്നു ഈ വിഭാഗം. ഹിജ്റ 70കളിൽ യുദ്ധവീരന്മാരായി അറിയപ്പെട്ടിരുന്ന ഷമാർ ഗോത്രത്തിലെ കുടുംബങ്ങൾ ഇന്നും ഈ പരിസരത്ത് താമസിക്കുന്നുണ്ട്. പൗരാണികതയുടെ പ്രൗഢിയും പഴമയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതാണ് ഈ ഗ്രാമവും പള്ളിയും. അറബ് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മഹത്വം ഈ ഗ്രാമത്തിൽ നിന്നും വായിച്ചെടുക്കാനാകും. അബഹയുടെ പടിഞ്ഞാറ് ജബൽ നെഹ്റാൻ വാദി മസൽഖാൻ റോഡിലൂടെ പോയാൽ ഈ പൗരാണിക ഗ്രാമത്തിൽ എത്താൻ സാധിക്കും. പ്രകൃതിയുടെ മനോഹാരിതയ്ക്കപ്പുറം ചരിത്ര പാഠപുസ്തകം കൂടിയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ അബഹ. അറേബ്യൻ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.